എല്ലാവർക്കും ലീ കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വെണ്ടയ്ക്ക കൊണ്ടുള്ള ഒരു സൈഡ് ഡിഷാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 250 ഗ്രാം വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. വെണ്ടയ്ക്ക നീളത്തിൽ കട്ട് ചെയ്തിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ വിൻ്റർ സീസൺ ആയ കാരണം പുഴുക്കളെല്ലാം ഉണ്ടാവും. കേടായ വെണ്ടയ്ക്ക ഉണ്ടെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്ത് കളയാമല്ലോ. അതിനാൽ ഞാൻ ഇതേമാതിരിയാണ് എടുത്തിരിക്കുന്നത്, കട്ട് ചെയ്തിരിക്കുന്നത് കുറച്ച് നീളത്തിൽ. പിന്നെ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: 2 പച്ചമുളക്, ഒരു തുണ്ട് ഇഞ്ചി, ഒരു 4 പീസ് വെളുത്തുള്ളി, ഒരു ഒണിയൻ ആൻഡ് ഒരു ടൊമാറ്റോ. ഇനി നമ്മൾക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്ത് കോക്കനട്ട് ഓയിലാണ്. ഇതേമാതിരിയുള്ള ടീസ്പൂണാണ്. ഇതിൽ ഞാൻ 3 ടീസ്പൂൺ, ചെറുതാണ്, 3 ടീസ്പൂൺ എണ്ണ പാനിൽ ഒഴിക്കുന്നുണ്ട്. പാനൊന്ന് ചൂടായതിന് ശേഷം പാൻ ചൂടായതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. സിമ്മിൽ വെച്ച് തന്നെ ചെയ്യാം. ഇത് ഒരു ഹാഫ് ബോയിൽഡ് ആകുമ്പോൾ ഞാൻ 2 പച്ചമുളക് യൂസ് ചെയ്യുന്നുണ്ട്. പച്ചമുളക് തന്നെ ഉണ്ടാക്കണമെങ്കിൽ പച്ചമുളക് തന്നെ ഉണ്ടാക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ടേസ്റ്റ്. ഞാൻ 2 പച്ചമുളക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, ഒരു സവോളയാണ് എടുത്തിരിക്കുന്നത്. ഒരു സവോളയും അരിഞ്ഞു വെച്ചത് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ കുറച്ച് കൂട്ടി വയ്ക്കുന്നുണ്ട്. ഇതൊരു ഹാഫ് ബോയിൽഡ് ആകുമ്പോൾ നമുക്ക് ഒരു ടീസ്പൂൺ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ അത് സവാള വേഗത്തിൽ കുക്കായിടും. ഉപ്പ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ യൂസ് ചെയ്യാം. നമ്മൾ 2 പച്ചമുളക് യൂസ് ചെയ്തതിനാൽ ഞാനൊരു ചെറിയ ടീസ്പൂണാണ്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചില്ലി പൗഡർ യൂസ് ചെയ്ത്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നല്ല മാതിരി കുക്കായതിന് ശേഷം, ഇതിൻ്റെ റോ സ്മെല്ല് പോയതിന് ശേഷം നമ്മൾക്ക് ആഡ് ചെയ്ത് വെച്ചിരിക്കുന്ന, ഞാനൊരു ടൊമാറ്റോ ആണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, അത് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ മസാലയെല്ലാം നല്ല മാതിരി കുക്കായിട്ടുണ്ട്, റോ സ്മെല്ലെല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ആഡ് ചെയ്തിട്ട് നല്ല മാതിരി മിക്സ് ചെയ്ത് വെക്കുക. നമുക്ക് ഒരു മൂടി വെച്ച് കഴിഞ്ഞാൽ വേഗത്തിലത് കഴിയും ടൊമാറ്റോ. ഇനി ഞാൻ മൂടി വെച്ചിരിക്കുന്ന എടുക്കുകയാണ്. ഇതിപ്പോൾ നല്ല മാതിരി കുക്കായിട്ടുണ്ട്. ഇനി നമ്മൾക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നീളത്തിലാണ് വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കുന്നത്. നീളത്തിൽ വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കുമ്പോൾ അതിലെ കൊഴുപ്പ് കുറച്ച് കുറവായിരിക്കും, ടേസ്റ്റും കൂടുതലായിരിക്കും. ഇത് നല്ല മാതിരി ഇളക്കി നല്ല മാതിരി മിക്സ് ചെയ്ത് നമുക്ക് വീണ്ടും മൂടി വയ്ക്കാം. ഞാൻ നല്ല മാതിരി ഇളക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട. നല്ല മാതിരി മൂടി വെച്ച് ഒരു
2-3 മിനിറ്റ്സ് കഴിയുമ്പോൾ ഇത് കുക്കായിടും. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് ഇളക്കി കൊടുക്കണം. അപ്പോൾ മസാല പൗഡറെല്ലാം എല്ലാ വിധത്തിലും പിടിച്ച് കിട്ടും. ഇപ്പം ഞാൻ മൂടി വെച്ചു. നമ്മളുടെ വെണ്ടയ്ക്ക കറി ഞാൻ കുറക്കണം. ഞാൻ ഇടയ്ക്ക് ഇളക്കി കൊടുത്തിരുന്നു. അപ്പോൾ വെള്ളത്തുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് സർവിങ് ബൗളിലേക്ക് ഇത് വേവാനായിട്ട് 5 മിനിറ്റാണ് എടുത്തത്. വെണ്ടയ്ക്ക കറി റെഡിയായിട്ടുണ്ട്. ഞാനിതൊരു സർവിങ് ബൗളിലേക്ക് പകർത്തി. ഇത് വളരെ സിമ്പിളായൊരു റെസിപ്പിയാണ്. നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒപ്പം എന്നോട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.